യേശുവിൻ്റെ ഉയിർത്തെഴുന്നേൽപ്പ്. ക്രിസ്തുമതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസമായ യേശുവിൻ്റെ ഉയിർത്തെഴുന്നേൽപ്പ് ആണ്. കുരിശിൽ തറയ്ക്കപ്പെട്ട അടക്കം ചെയ്തതിന് ശേഷം 3 ദിവസം സംഭവിച്ച ഈ അത്ഭുതം പ്രധാനമായും മത്തായി 28-ാം അധ്യായത്തിൽ മറ്റ് സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുവിൻ്റെ മരണശേഷം മഗ്ദലന മറിയയും മറ്റു ചില സ്ത്രീകളും സുഗന്ധദ്രവ്യങ്ങളുമായി അവിടുത്തെ ശരീരം പൂശാനായി കല്ലറയുടെ അടുത്തേക്ക് പോയി. എന്നാൽ അവർ അവിടെ എത്തിയപ്പോൾ ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. കല്ലറയുടെ വാതിലിൽ വെച്ചിരുന്ന വലിയ കല്ല് മാറ്റപ്പെട്ടിരുന്നു. കാവൽക്കാർ ഉണ്ടായിരുന്നിട്ടും അവസാന വിശ്രമസ്ഥലമായി കരുതിയ ആ കല്ലറ ശൂന്യമായിരുന്നു. കല്ലറയുടെ അടുത്ത് കണ്ട് ഭയപ്പെട്ട് മരിച്ചവരെ പോലെയായ കാവൽക്കാർക്ക് മുന്നിൽ ഒരു മുഖം പ്രകാശമുള്ളതും വസ്ത്രം ഹിമം പോലെ വെള്ളയും ആയ ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ഭയന്നുപോയ സ്ത്രീകളോട് ദൂതൻ അവിശ്വസനീയമായ ഒരു വാർത്ത പ്രഖ്യാപിച്ചു. അവൻ ഇവിടെയില്ല, അവൻ പറഞ്ഞതുപോലെ ഉയിർത്തെഴുന്നേറ്റിരിക്കുന്നു. താൻ കഷ്ടപ്പെടുകയും മരിക്കുകയും എന്നാൽ 3-ാം ദിവസം ഉയിർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്ന് യേശു തൻ്റെ ശിഷ്യന്മാരോട് പലതവണ പറഞ്ഞിരുന്ന വാഗ്ദാനത്തിൻ്റെ നിവൃത്തിയായിരുന്നു അത്. യേശു ഉയിർത്തെഴുന്നേറ്റെന്നും ഗലീലയിൽ വെച്ച് അവരെ കാണുമെന്നും ശിഷ്യന്മാരെ വേഗം പോയി അറിയിക്കാൻ സ്ത്രീകളോട് ദൂതൻ ആവശ്യപ്പെട്ടു. ഭയവും വലിയ സന്തോഷവും നിറഞ്ഞ അവർ ഈ സന്ദേശം കൈമാറാൻ ഓടിപ്പോയി. വഴിയിൽ വെച്ച് യേശു തന്നെ അവർക്ക് പ്രത്യക്ഷപ്പെട്ട് ദൂതൻ്റെ വാക്കുകൾ സ്ഥിരീകരിച്ചു. ശിഷ്യന്മാർ സന്തോഷിച്ചു. കുരിശുമരണത്തിന് ശേഷം അവരെ പിടികൂടിയിരുന്ന നിരാശ ഇല്ലാതായി. അതിനു പകരം നിത്യമായ പ്രത്യാശ പുനഃസ്ഥാപിക്കപ്പെട്ടു. ഈ കഥയുടെ ധാർമ്മികത ഇതാണ്: യേശു ജീവിക്കുന്നു. അവിടുത്തെ ഉയിർത്തെഴുന്നേൽപ്പ് അവിടുന്ന് ദൈവപുത്രനാണെന്നും മരണത്തിന്മേൽ ശക്തിയുള്ളവനാണെന്നും തെളിയിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നതുകൊണ്ട് വിശ്വാസികൾക്ക് പ്രത്യാശയും നിത്യജീവനും ഉറപ്പാണ്. ഇത് പാപത്തിനും മരണത്തിനുമുള്ള വിജയത്തെ സൂചിപ്പിക്കുന്നു. ഇത് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിത്തറയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.